ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് പയ്യന്നൂർ ആരാധനാ മഹോത്സവം കാണാനാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാത്രി അവിടെ എത്തി. നല്ല രസമാണ് കാണാൻ രാത്രി. അടുത്തൊരു ഭയങ്കര തിരക്കാണ്. അതായത് ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. നവംബർ 16 തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ 3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം നമ്മിങ്ങനെ മുന്നിലെത്തി. ചന്ത കാണുമ്പോൾ തന്നെ അറിയാം അത്ര തിരക്കുണ്ട്. അപ്പം നമ്മിങ്ങനെ നടയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കൊല്ലവും കൂടി ഇവിടെ എത്താൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാ കൊല്ലവും അധികം വരാറുണ്ട് ഇവിടെ. അങ്ങനെ അപ്പൂസിനൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇത് എവിടെയാണ് എന്താണെന്നൊന്നും. അങ്ങനെ നമ്മൾ നടയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടയിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര തിരക്ക് ഉണ്ട്. അപ്പോൾ ഇനി തീരാൻ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിൻ്റെ ആയിരിക്കും ഭയങ്കര തിരക്കുണ്ട്. എവിടെ നോക്കിയാൽ ആൾക്കാരും ചന്തയും മൊത്തം ഭയങ്കര ഭക്തിസാന്ദ്രം എന്ന് തന്നെ പറയണം. അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലെത്തി. അവിടുത്തെ തൊഴുതു. അങ്ങനെ നമ്മൾ അമ്പലത്തിന് ചുറ്റും വെക്കാണ്. അമ്പലത്തിന് ചുറ്റും ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ട്. അത് സന്ധ്യ ആകുമ്പോൾ അത് കത്തിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരും. അങ്ങനെ എത്ര വിളക്ക് കത്തിക്കുന്നു അതൊരു പുണ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. അങ്ങനെ ആ സമയത്ത് എത്താൻ പറ്റിയില്ല, കുറച്ച് വൈകു. ഏട്ടൻ വന്ന് വിളക്കെല്ലാം കണ്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് വൈകു. ഇതങ്ങനെ കത്തിച്ച് വെച്ച വിളക്കുകൾ നല്ല രസമുണ്ട് കാണാൻ. സന്ധ്യ സമയത്ത് അത് മൊത്തം കത്തിക്കാൻ തിരക്കാണ് അവിടെ. അങ്ങനെ നമ്മൾ തൊഴുത് നടയിലേക്ക് എത്തുകയാണ്. ചുറ്റും വന്ന് നടയിലേക്ക് എത്തുകയാണ്. ക്ഷേത്രം മൊത്തം അലങ്കരിച്ചത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര, എങ്ങോട്ട് നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉള്ളത്. നല്ലൊരു ഭക്തിസാന്ദ്രമായ നല്ലൊരു മൂഡ്. നിറച്ചു ആൾക്കാർ. അങ്ങനെ തായമ്പക ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അവരെ കൊട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അമ്പലം മൊത്തം അലങ്കരിച്ചിട്ട് ഒരു മരത്തിനെ വരെ വിടാതെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. രാത്രി കാണാൻ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മളത് കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വീണ്ടും ചന്തയിലേക്ക്. അപ്പവും ഇച്ചു എന്താക്കുമെന്ന് അറിയില്ല. ഇച്ചുവിന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ചന്ത എങ്ങോട്ട് തിരിഞ്ഞ് എവിടേക്ക് നോക്കണം എന്നറിയില്ല. അത്രയധികം ഇഷ്ടം പോലെ ഏത് സാധനവും കിട്ടും, വിലക്കുറവിൽ കിട്ടും. അങ്ങനെ
ചന്ത ശരിക്കും കാണാൻ പോയാൽ മൊത്തം കുളമാവും. അതുകൊണ്ട് അങ്ങനെ കാണാൻ നിന്നില്ല, അധികം എല്ലായിടത്തും നടക്കാൻ നിന്നില്ല. അപ്പോൾ ആ ബലൂണ് കണ്ടപ്പോൾ തന്നെ അപ്പൂസ് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ വാങ്ങാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഐസ്ക്രീമും കോളിഫ്ലവർ ബജി ഒന്നും പറയണ്ട. അങ്ങനെ നമ്മളും കോളിഫ്ലവർ വാങ്ങി. പിന്നെ കുറച്ചിങ്ങനെ നടന്നു. അപ്പോൾ അപ്പൂസ് കുഴപ്പമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബലൂണ് കണ്ടിട്ട് വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ കുറച്ച് സമാധാനിപ്പിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. ബാഗും ടേബിൾ ഷീറ്റ് അങ്ങനെ ഇനി ആടെ കിട്ടാത്തതൊന്നുമില്ല. എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനായാലും എല്ലാം ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് വശത്ത് മൊത്തം ചട്ടികളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കമ്മലിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കമ്മൽ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നല്ലാതെ ഏതെടുക്കണമെന്നോ ഒന്നും എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി നിന്ന് പോയി. എന്തൊരു ഭംഗിയാണ്. ഈ ബലൂണാണ് പറ്റിച്ചത്. അപ്പോൾ ബലൂണിൽ കുറച്ചൊന്നുമില്ല, ഏറ്റവും മുന്തിയത് തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആനേനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, അവൻ്റെ സന്തോഷമല്ലേ, അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ആനേനെ തന്നെ എടുത്തു. അപ്പോസിന് അതാ വേണ്ടേ, ആനേനെ എടുത്തു. നല്ല രസമാണ് കേട്ടോ അത്. ആ ബലൂണ് നൈട്രജൻ ബലൂണ് നല്ല രസമാണ് അത്. പിന്നെ ഇനി എന്താ ഇച്ചുവിന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇച്ചു പറഞ്ഞു മാലയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവനൊരു മാല മേടിക്കാൻ പോയി. അപ്പൂസ് അതിനെക്കൊണ്ട് ഭയങ്കര സന്തോഷം. അത് കിട്ടിയ പിന്നെ അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. പക്ഷെ കയ്യിൽ നിന്ന് താഴെ ഇറക്കാനും കഴിയില്ല, മൊത്തം പൊടിയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അടുത്തത് കോളിഫ്ലവർ വേണം, ബജി വേണം, ഒരു മാല അടുത്ത് ഇത്. അങ്ങനെ കുറച്ച് കോളിഫ്ലവർ വാങ്ങി. അവിടെ നിന്ന് കഴിക്കാൻ കൊടുത്തില്ല, വീട്ടിലേക്ക് വാങ്ങുക ചെയ്തേ. അങ്ങനെ അതും ഒരുപാട് അപ്പുറവും കാണാൻ പറ്റും. മൊത്തത്തിലുണ്ട്, കഴിക്കേണ്ടത് ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ അധികം അവിടെ നിന്ന് ശരിയാവില്ലെന്നറിയുന്നതുകൊണ്ട് നമ്മൾ വിട്ടു. അതുകൊണ്ട് വീട്ടിലെത്തി. അങ്ങനെ സന്തോഷമായി. അവരതിനെ കൊണ്ട് കളി തുടങ്ങി കേട്ടോ. അങ്ങനെ കോളിഫ്ലവർ ഒക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി. ആരാധന കാണാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ ദിവസവും അടിപൊളിയായി. അപ്പൂസിൻ്റെ സന്തോഷം, ഇച്ചുവിൻ്റെ ഒക്കെ സന്തോഷം കണ്ടാൽ തന്നെ നമ്മളെ മനസ്സ് നിറയും.